3.5 സെൻറ്റ് ലാൻഡിൽ 1450 സ്ക്വയർ ഫീറ്റിൽ പണിയിപ്പിച്ച 3 BHK വീടാണ് ഈ കാണുന്നത്. നല്ലൊരു എക്സ്റ്റീരിയർ ഡിസൈനും കാര്യങ്ങളും നൽകിക്കൊണ്ടാണ് വീട് പണിതിരിക്കുന്നത്. കൂടുതൽ ഡെക്കറേഷനായിട്ട് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് 9 കിലോമീറ്ററും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 11 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് വീടിന് വരുന്നത്. വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തിരുമലയ്ക്ക് സമീപം പെരികാവ് എന്നുള്ള സ്ഥലത്താണ്. വീട് നല്ല മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് വീട് പണിതിരിക്കുന്നത്. തൊട്ടടുത്തായിട്ട് തന്നെ ഒരുപാട് വില്ലാസൊക്കെ പണിയിപ്പിച്ച് വരുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് തന്നെ ടാറിട്ട ഒരു ഫ്രണ്ടേജാണ് വന്നിട്ടുള്ളത്. 2 കാർ വരെ സുഖമായിട്ട് പോകാനുള്ള ഒരു സ്പേസും നൽകിക്കൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടേജ് വന്നിരിക്കുന്നത്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷനും അവൈലബിൾ ആണ്. 3.5 സെൻറ്റിൽ 1450 സ്ക്വയർ ഫീറ്റിൽ പണിയിപ്പിച്ച വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലൂടെ നമുക്ക് കടക്കാം. കാണുന്ന പോലെ തന്നെ ഫ്രണ്ടെല്ലാം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കാർ പാർക്കിംഗ് അവൈലബിൾ ആണ്. സൈഡിലായിട്ട് തന്നെ ഒരു ഗാർഡൻ്റെ പ്രൊവിഷനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ടിലായിട്ട് തന്നെ വാൾ പാനലിംഗ് വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലായിട്ട് ഈ ഒരു സിറ്റിംഗ് ഏരിയയും കൂടാതെ തന്നെ റാക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 10x5 സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ. കൂടാതെ തന്നെ ഫാൻസി ലൈറ്റും അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് ഉൾപ്പെടെയാണ് ഡെക്കറേഷൻ വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ഫ്രണ്ട് ഡോർ മുഴുവൻ തേക്കിൻ തടിയിലാണ് പണിതിട്ടുള്ളത്. മനോഹരമായ ഒരു ആപ്റ്റായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറിന് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ലിവിങ് ഏരിയയിലോട്ട് കിടക്കാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മനോഹരമായ ഒരു ലിവിങ് ഏരിയ. 16x12 ലിവിങ് ഏരിയ ഡയമെൻഷൻ. ലിവിങ് ഏരിയ മുഴുവനായിട്ട് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സൈഡിലായിട്ട് തന്നെ ചെറിയൊരു സ്പോട്ടഡ് ഷോക്കേസ് പോലത്തെ ഒരു മോഡൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു TV യൂണിറ്റ് തന്നെയാണ് ലിവിങ് ഏരിയ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. മാർബിൾ ടച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ സ്ട്രിപ്പായിട്ട് വരുന്നൊരു വാൾ പാനലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ചെറിയൊരു പാർട്ടീഷൻ നൽകിക്കൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ. 16x12 ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. ഡൈനിങ് ഏരിയയിൽ നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയ്ക്കായിട്ട് തന്നെ നല്ലൊരു വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സെറിയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് വാഷിംഗ് ഏരിയയിൽ ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് വീടിൻ്റെ കിച്ചൺ വരുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ. നല്ലൊരു മോഡേൺ ലുക്കിൽ തന്നെയാണ് കിച്ചണെല്ലാം പണിതിരിക്കുന്നത്. അതിനായിട്ട് ഒരുപാട് സ്പേസൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കിച്ചണിൻ്റെ കംപ്ലീഷൻ വന്നിരിക്കുന്നത്. മുകളിലും താഴെയുമായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കിച്ചണിൻ്റെ ഫ്ലോറിംഗ് മുഴുവനും മാറ്റ് ഫിനിഷിംഗ് ടൈൽസ് വരുന്ന വുഡൻ പാറ്റേണിലുള്ള കോമൺ ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ചുമര് മുഴുവനും ടൈൽസ് യൂസ് ചെയ്താണ് വോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് 3 BHK ആണ്. വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. 12x12 റൂമിൻ്റെ ഡയമെൻഷൻ. നല്ല മനോഹരമായിട്ടുള്ള വാൾ റൂംസ് നൽകിക്കൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് മുഴുവനും സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഗ്ലാസിൻ്റെ വർക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുന്ന പാത്വേയിൽ തന്നെ ഒരുപാട് ഓപ്പണിങ്സും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീടിനകത്ത് പ്രകാശം നിറഞ്ഞിരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇത് ചെയ്തിട്ടുണ്ട്.
ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ. 2 ബെഡ്റൂം, 1 ഹാൾ, 1 ബാൽക്കണിയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ മെയിൻ ഹാൾ. നല്ല മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. – 20x16 മെയിൻ ഹാളിൻ്റെ ഡയമെൻഷൻ. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഹാളിലൊരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. GM ബോർഡിൽ നല്ല മനോഹരമായൊരു TV യൂണിറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ സ്പോട്ട് ലൈറ്റും യൂസ് ചെയ്താണ് അറേഞ്ച് ആക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഒരു സ്പോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഏരിയയുടെ മുകളിലും ചെറുതായിട്ടൊരു ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും തന്നെ ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം. 12x12 റൂമിൻ്റെ ഡയമെൻഷൻ. നല്ല അടിപൊളിയായിട്ടുള്ള വാൾ റൂഫ്സ് നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ചെറിയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. 12x12 ഈ റൂമിൻ്റെ ഡയമെൻഷൻ. ഈ റൂമിൽ നല്ല മനോഹരമായ ഒരു വാൾ റൂഫ്സ് നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ബാക്കിയുള്ള റൂംസിൽ കണ്ടതുപോലെ തന്നെ സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോകാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ കിട്ടുന്ന ഒരു ബാൽക്കണിയാണ് ഈ കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് വീട് പണിതിട്ടുള്ളത്. 15x6 ബാൽക്കണിയുടെ ഡയമെൻഷൻ. ബാൽക്കണിയുടെ ഫ്രണ്ടിലായിട്ട് തന്നെ ഗ്ലാസും സ്റ്റീലിൻ്റെ ഒരു റാക്കും വന്നാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് തന്നെ ഗ്ലാസും സ്പോട്ട് ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് തന്നെ ഒരു ഡിസൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ടെറസിലോട്ട് പോകാനുള്ള ഓപ്പണിംഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മനോഹരമായ 3.5 സെൻറ്റ് ലാൻഡിൽ 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും 3 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടെ പണികഴിപ്പിച്ചിരിക്കുന്ന വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വെറും 60 ലക്ഷമാണ്. അത് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.